നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. സുവിശേഷ പ്രവർത്തക പിടിയിൽ. കോട്ടയം പാമ്പാടി സ്വദേശിനി ജോളി വർഗീസിനെയാണ് കൊല്ലത്തുനിന്നും അഞ്ചൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശിയായ പാസ്റ്റർ തോമസ് രാജൻ ഇതേ കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. 2 പ്രതികൾ ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കോതമംഗലത്തുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പേരിലായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത്. വളർത്തുനായയോട് ഉടമയുടെ ക്രൂരത. വിളിച്ചപ്പോൾ വന്നില്ലെന്ന് പറഞ്ഞാണ് ക്രൂരത. തൊടുപുഴയിൽ വളർത്തുനായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഉടമ നായയുടെ ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വിളിച്ചിട്ട് അടുത്തേക്ക് വരാത്തതിനെ തുടർന്നാണ് ഇയാൾ നായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തൊടുപുഴ മുതലക്കോടം സ്വദേശി ഷൈജു തോമസ് ആണ് നായയോട് ക്രൂരത കാണിച്ചത്. അനിമൽ റെസ്ക്യൂ ടീം എത്തി നായയെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. ആലപ്പുഴ ജിംഖാന കണ്ടിറങ്ങിയതിന് പിന്നാലെ അടി. തിയേറ്റർ ജീവനക്കാരന് ക്രൂരമർദ്ദനം. ആലപ്പുഴ ജിംഖാന സിനിമ പ്രദർശനത്തിന് ശേഷം തിയേറ്ററിൽ സംഘർഷം. മലപ്പുറം ചങ്ങരംകുളം MD മാസ് തിയേറ്ററിൽ ഇന്ന് വൈകിട്ടാണ് സംഭവമുണ്ടായത്. തിയേറ്റർ ജീവനക്കാരനായ ചാലിശ്ശേരി സ്വദേശി അനന്തു ഉണ്ണികൃഷ്ണനെ സിനിമ കാണാനെത്തിയ യുവാക്കൾ മർദ്ദിച്ച് അവശനാക്കി. സിനിമ കഴിഞ്ഞ് എക്സിറ്റ് വഴിയിലൂടെ പുറത്തേക്ക് പോകണമെന്ന അനന്തുവിന്റെ നിർദ്ദേശം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. ഒരു സംഘം യുവാക്കളാണ് അനന്തുവിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ അനന്തു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചായപാത്രം ഉപയോഗിച്ച് ജ്യേഷ്ഠൻ അനുജനെ മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുളിക്കൽ കൊട്ടപ്പുറം ഉണ്ണത്തിപ്പറമ്പ് സ്വദേശി TP ഫൈസലാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. 12-ന് രാവിലെ വീട്ടിൽ വെച്ച ഫൈസലിനെ ജ്യേഷ്ഠൻ TP ഷാജഹാൻ ചായപാത്രം കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ ഫൈസൽ ഇന്ന് മരിച്ചു. ഷാജഹാനെതിരെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി. ഇയാൾ റിമാൻഡിലാണ്. വയനാട് കനത്ത മഴ, കാറ്റ്. കോഴിഫാമിന്റെ ഷീറ്റുകൾ പറന്നുപോയി. 35,000 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. തൊടുപുഴയിലും നാശനഷ്ടം. വയനാട്ടിൽ വിവിധയിടങ്ങളിൽ കനത്ത വേനൽ മഴയും കാറ്റും. വൈകിട്ട് 2 മണിയോടുകൂടിയാണ് മഴ ശക്തി പ്രാപിച്ചത്. കേണിച്ചിറയിൽ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. കാറ്റാടിക്കവല പൂതാടി മേഖലയിലും നാശനഷ്ടമുണ്ടായി. നടവയലിൽ കനത്ത കാറ്റിൽ കോഴിഫാമിന്റെ ഷീറ്റുകൾ പറന്നുപോയി. ഫാമിലുണ്ടായിരുന്ന 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. നടവയൽ പുഞ്ചക്കുന്ന് ജോബിന്റെ ഫാമാണ് തകർന്നത്. ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി തൊടുപുഴയിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൃഷിനാശവും ഗതാഗത തടസ്സവും ഉണ്ടായി. വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലും അച്ചൻകവലയിലുമാണ് മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു.